അതിരാവിലെ തന്നെ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുമെന്നാണ് SP അല്പസമയം മുമ്പ് പ്രതികരിച്ചത്. അതായത് അതിരാവിലെ തന്നെ റെസ്ക്യൂ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടേക്ക് എത്തി ഈ തിരച്ചിൽ ആരംഭിക്കും. അതിന് ഈ പറഞ്ഞതുപോലെ തന്നെ വന്യമൃഗങ്ങൾ ഉൾപ്പെടെയുള്ള വനപ്രദേശത്തുകൂടി ഈ തിരച്ചിൽ നടത്തേണ്ടതിനാൽ തന്നെ അവിടേക്ക് അതിന് സജ്ജരായിട്ടുള്ള അതിന് തക്ക ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെയുള്ളവരെ ഇങ്ങോട്ടേക്ക് എത്തിക്കുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള തിരച്ചിലുകൾ പുലർച്ചെ മുതൽ തന്നെ ആരംഭിക്കുകയും ചെയ്യും. ഈ പലയിടങ്ങളിലും ഏറ്റവും പ്രധാനമായും കാണുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഈ മൃതദേഹങ്ങൾ പലപ്പോഴും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ എത്തുന്ന മൃതദേഹങ്ങളെല്ലാം തന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇവിടെ എത്തിയ നിങ്ങൾ റെസ്ക്യൂലൊക്കെ ഞങ്ങൾ പോയി എല്ലാ പരിപാടിയിലും പങ്കെടുത്താണ്. പക്ഷേ അവിടെ വഴി വളരെ മോശമാണ്, കയറി ചെല്ലണ ഭാഗം. പിന്നെ എന്താ വെച്ചാൽ മറ്റുള്ള ബോട്ടോ സ്ട്രക്ചർ പോലും കൊണ്ടുപോകാൻ പറ്റൂല. നമുക്കൊരു തുണിയാണെങ്കിൽ ആ തുണിയിൽ കൊണ്ടുവരാനേ പറ്റുള്ളൂ, ഒരു ചാക്കാണെങ്കിൽ അതിൽ കൊണ്ടുവരാനേ പറ്റുള്ളൂ. ഒരുപാട് ബോഡികൾ ഇങ്ങോട്ട് കിടക്കുന്നുണ്ട്. ഞങ്ങൾ കണ്ടിട്ട് പോകുന്നതാണ്. ഇപ്പൊ ഞങ്ങള് കണ്ടിട്ട് എടുക്കാതെ പോകും. നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്നുള്ളൂ, ചുമക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇനി നാളെ രാവിലെ പോകണം എന്നുള്ളൊരു പരിപാടി ഉണ്ട്. ഞങ്ങളെ ക്യാപ്റ്റന്മാരുണ്ട്. ഇതിപ്പോ അവിടെ വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. വന്യമൃഗം 3 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാട്ടാനുള്ള ശല്യം കൂടുതലാണ് അവിടെ. അപ്പൊ പരിസരവാസികൾ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ പരിസരവാസികൾ നമ്മോട് പറയാം, നമുക്ക് ഇതിനെ പറ്റി ശരിക്കും പാടിച്ച് നമുക്ക് കാറിനെ പറ്റി അറിയില്ല. പക്ഷെ നമ്മൾ ചെന്നപ്പോൾ തന്നെ അവർ പറയണം 3 മണിക്ക് ശേഷം അവിടെ കാട്ടണിൽ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഒഴിഞ്ഞ് മാറി പോകണം എന്നുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ അവന്മാരെന്ന് അവിടുത്തെ നാട്ടുകാരെ നമ്മോട് പറയുകയാണ്, എന്താ വെച്ചാൽ മേലക്ക് ബോർഡുകൾ കിടക്കുന്നുണ്ട്, ഒരുപാട് ബോർഡുകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ചെല്ലാൻ ആദ്യം നമ്മുടെ കയ്യിലില്ല. നമ്മളെന്ന് വെച്ചാൽ നമ്മൾ സാധാരണക്കാരനാണ്. അവർക്ക് സൗകര്യം ഉണ്ടായിട്ടും കാര്യമില്ല കേട്ടോ. അങ്ങനത്തെ വഴിയാണ്, പാറക്കെട്ടുകളാണ്. ഇവിടെ ആളുകളൊക്കെ വരുന്നുണ്ടോ? ഇത് തിരിച്ചറിയാനായിട്ട് ആളുകളൊക്കെ വരുമ്പോൾ നിങ്ങളെ സമീപിക്കുന്നുണ്ടോ? ഇല്ല, ആരും സമീപിച്ചിട്ടൊന്നുമില്ല. ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. ഞങ്ങളെ ക്യാപ്റ്റന്മാരായ ആളുകൾ സൗകര്യങ്ങൾ ചെയ്ത് മാറി ഇങ്ങോട്ട് കൊണ്ടുവരുന്നുള്ളൂ. നാളെ കൊണ്ട് കണ്ടുപിടിക്കാൻ നാളത്തെ ഒരു ശ്രമം രാവിലെ പോകും, മാക്സിമം കിട്ടാൻ പറ്റണം. ഇപ്പം നിങ്ങൾ ഈ ഇവിടെ വരുന്ന ആളുകളൊക്കെ തിരിച്ചറിയാൻ പോലും പറ്റാത്തൊരു സ്ഥിതി ഉണ്ടോ? തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതി തന്നെയാണ്. അതിൻ്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ നിന്നുള്ള ഒരുവിധ ആളുകളെല്ലാം തന്നെ കൂടുതൽ ആളുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ ആളുകൾ വരുന്ന ആളുകളെല്ലാം തന്നെ ഈ ഭാഗത്തു നിന്നുള്ള ആളുകളാണ് വരുന്നത്. ഇപ്പോൾ നമ്മളെ വയനാട് കുടുംബക്കാരുണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇവരുടെ ഇപ്പോഴത്തെ ഫേസും കാര്യങ്ങളും ചിലപ്പോൾ കൃത്യമായിട്ട് അറിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നതിൽ ഇപ്പോൾ നമ്മൾ രാവിലെ മുതൽ നമ്മളവിടെ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ ആളുകളെ ഫുൾ ബോഡി ആയിട്ട് വന്നിട്ടുള്ളൂ. പലതും പാർട്സ് ആയിട്ടാണ് വരുന്നത്. മിക്കവാറും ആളുകളുടെ ഹെഡ് എല്ലാം തന്നെ ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുഖം ഐഡൻറ്റിഫൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്.